പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിൻ. ഓണത്തിന് ഇപ്പോൾ ഓണാട്ടുകരയിൽ വേറൊരു പ്രത്യേകത കൂടുണ്ട്. ഓണ ദിവസം നമ്മൾ പുരയ്ക്കകം തൂക്കാനായിട്ട് ചൂല് ഉപയോഗിക്കത്തില്ല. ചൂല് അശ്രീകരമാണ്. ചൂലന്ന് ശരിക്കും തിരുവോണത്തിൻ്റെ ദിവസം, ഉത്രാട ദിവസം വൈകുന്നേരം ചൂലെല്ലാം നമ്മൾ മാറ്റിവെക്കും. മാറ്റിവെച്ചിട്ട് ഈ കാശിത്തുമ്പ എന്ന് പറയുന്ന ഒരു കുറ്റിത്തുമ്പയുണ്ടാകും. നമുക്ക് 2 സൈസ് തുമ്പയുണ്ട്. തുമ്പക്കൂടെ ഉണ്ടാകുന്ന വെളുത്ത പൂവുള്ള തുമ്പ, ഏറ്റവും ചെറിയ പൂവ്. ഓണത്തിൻ്റെ പൂവെന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പൂവായ തുമ്പപ്പൂവാണ്. ആ തുമ്പ ഒന്ന്, മറ്റൊന്ന് കാശിത്തുമ്പ. ഈ 2 തുമ്പയാണ് തുമ്പയിലെ 2 ഇനങ്ങൾ. ഈ 2 തുമ്പയും ഓണമാകുമ്പോൾ സമർത്ഥമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പോൾ ഈ കാശിത്തുമ്പ എന്ന് പറയുന്നത് കുറ്റിച്ച് വളരുന്ന ഒരു ചെറിയ തുമ്പയാണ്. അതെന്ത് ചെയ്യും? അത് ഒരു 10 മൂട് പറിച്ചിട്ട് നമ്മൾ കൂട്ടിക്കെട്ടും. കെട്ടിയിട്ട് അത് വെച്ചാണ് നമ്മൾ പുരയ്ക്കകം തൂക്കുന്നത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ അതൊക്കെ, കാരണം ഒരു കെട്ടുകഥ പോലെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മളിതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേ അല്ല, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ, പ്രയോഗിച്ച് കണ്ട, എൻ്റെ കണ്ണിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങളാണിത്. അപ്പം ഇതൊന്നും പുതിയ കാലത്ത് പറയുമ്പോൾ ഏറ്റവും ഒരുപക്ഷെ അവിശ്വസനീയമായിട്ട് തോന്നും ആളുകൾക്ക്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഒരു കാലമോ എന്ന് ചിന്തിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ചൂലശ്രീകരമാണ്. അതിന് കാശിത്തുമ്പ കൂട്ടിക്കെട്ടി തിരുവോണ ദിവസം വീട് തൂക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതേ കാശിത്തുമ്പ കൊണ്ട് തന്നെ വേറൊരു വലിയ ഉപയോഗം കൂടി അന്നുണ്ട്. അന്ന് ഈ പുലികളി, കടുവാകളി, ഇത് രണ്ടുമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കടുവാകളിയാണ്. ഈ ഒരു ചെറിയ ആരെങ്കിലും 2 പിള്ളേർ, അവർ ഒരാൾ ഈ കാശിത്തുമ്പ ദേഹം മുഴുവൻ വെച്ച് കെട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഈ കാശിത്തുമ്പ കൊണ്ട് അങ്ങ് പൊതിയും ഒരാളിനെ. കാരണം ശരീരത്തിൻ്റെ ഒരു ഭാഗവും പുറത്ത് കാണില്ല. അപ്പോൾ അത് എന്നിട്ട് മുഖം മാത്രം ഈ ചില വരയും കുറിയും ഒക്കെ ഇട്ട് ഒരു കടുവയുടെ ഒരു രൂപഭാവങ്ങൾ വരുത്തിയിട്ട് ഒരു ചെറിയ ഒരു വാലുമൊക്കെ ഫിറ്റ് ചെയ്ത് മുമ്പേ ഇങ്ങനെ ഈ കാശിത്തുമ്പ കൊണ്ട് പൊതിഞ്ഞ ഈ കടുവ മുമ്പേ പോകും. അതിൻ്റെ പുറകിന് വെടിവെക്കാനായിട്ട് ഒരാൾ അതിൻ്റെ പുറകിലുണ്ട്, വെടിക്കാരൻ. അപ്പോൾ അദ്ദേഹം ഒരു തോക്കിൻ്റെ ആകൃതിയിൽ ഒരു സാധനം, അന്നൊന്നും വില കൊടുത്ത് വാങ്ങുന്നതല്ല, ഇതൊക്കെ ഈ സൃഷ്ടിച്ചെടുക്കുക, സ്വന്തം സൃഷ്ടിയാണ് അതൊക്കെ. അത് ഇതുമായിട്ട് ഒരു ഒറ്റ ചെണ്ടയും കാണും. ഇങ്ങനെ ഓണക്കാലമാകുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന, എൻ്റെ സ്മൃതിബോധത്തിൽ ബാക്കി നിൽക്കുന്ന വലിയൊരു കളിയാണിത്. അപ്പോൾ ഓണത്തിന് മുമ്പ് തന്നെ ഒരു പൂരാടം മുതൽ തന്നെ കടുവ ഇറങ്ങും. വീടുകൾ തോറും കയറി ഇറങ്ങി അന്നത്തെ കാലത്ത് ആകെ കിട്ടുന്ന 50 പൈസയായിരിക്കും, അല്ലെങ്കിൽ ഒരു 25 പൈസയിൽ കൂടുതലൊന്നും അന്നത്തെ കാലത്ത് ആരും കൊടുക്കില്ല. അതാണ് വലിയ തുക. മാത്രമല്ല എല്ലാ വീട്ടിൽ നിന്നും ഉപ്പേരി കൊടുക്കും. എല്ലാ വീട്ടിൽ നിന്നും, ഒരു വീട്ടിൽ നിന്ന് ഉപ്പേരി കൊടുക്കാതിരിക്കത്തില്ല. കാരണം ഉപ്പേരി പറക്കാത്ത ഒരു വീട് വന്നില്ലല്ലോ. ഇത് രണ്ടിനും വേണ്ടിയാണ് ഈ കടുവ വരുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ പോലെ പെയിൻറ്റും കാര്യങ്ങളൊന്നുമല്ല. ഈ കാശിത്തുമ്പയുടെ ഉപയോഗങ്ങളിലൊന്ന് അതാണ്. ഒന്ന് വീടിനകം തൂക്കുകയാണ്. പിന്നെ തന്നെയല്ല, ഈ എല്ലാം പ്രകൃതിയുമായി ചേർന്ന കളിയായിരുന്നല്ലോ. ഇപ്പോൾ കൊടമൂത്ത്, തണുങ്ങുവലി, കമുകിൽ നിന്ന് വീഴുന്ന തണുങ്ങിൻ്റെ പാളയുടെ ഭാഗത്ത് ഒരു 4 പേര് നിൽക്കുന്നു, അതിൻ്റെ ഓലയുടെ ഭാഗത്തിൽ 4 പേര് നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയല്ലേ, തണുങ്ങ് വലിക്കുകയാണ്. അതുപോലെ തന്നെ വടംവലി, കബഡി കളി, ഈ ഒരു നയാ പൈസ കൊടുത്ത്, ഈവൻ നമ്മൾ ഊഞ്ഞാലിടുന്നത് പോലും അന്ന് പണം കൊടുത്ത് കയറ് വാങ്ങിയിട്ടല്ലല്ലോ. നമ്മളന്ന് ഊഞ്ഞാൽ വള്ളിയുണ്ട്. ഏത് കാവിൽ പോയാലും നമുക്ക് ഊഞ്ഞാൽ വള്ളി കിട്ടും. ഊഞ്ഞാൽ വള്ളി വളരെ നേരത്തെ തന്നെ നമ്മൾ മുറിച്ചെടുത്തുകൊണ്ട് ഒന്ന് പദം വരുത്തും. അത് നൂക്കുക എന്ന് പറയുന്നൊരു ജോലിയാണ്. നൂത്ത് കൃത്യമായിട്ട് അതിനെ ഒരു കയറിൻ്റെ അതേ സ്വഭാവത്തിൽ അതിനെ മാറ്റിയെടുക്കും. വെയിലത്തിട്ട് ഉണക്കി അതിനെ പിരിച്ച് റെഡിയാക്കി, അവസാനം അത് പിരിച്ച് റെഡിയാക്കി കഴിയുമ്പോൾ ഒരു വടത്തേക്കാൾ ബലത്തിലാണ് ഈ ഊഞ്ഞാലുവള്ളി നിൽക്കുന്നത്. ഓണം കഴിഞ്ഞാലും അത് പൊട്ടത്തില്ല, എത്ര പേര് കയറി ഇരുന്നാലും പൊട്ടത്തില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, പ്രകൃതിയുമായി ചേർന്നതായിരുന്നു നമ്മുടെ ഓണം. ഒന്നും പണം കൊടുത്ത് വാങ്ങിയിരുന്നില്ല. ഈവൻ ഊഞ്ഞാലിടാനുള്ള വള്ളി പോലും തൊട്ടടുത്ത കാവിൽ നിന്നോ പറമ്പിൽ നിന്നോ നമ്മൾ മുറിച്ചെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ഓണത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, പ്രകൃതിയോട് ചേർന്നുള്ള അതിൻ്റെ ഒരു നന്മ, അതിൻ്റെ ഒരു ചേരുവ എത്ര മനോഹരമാണത്. എത്രമാത്രം നമ്മുടെ മണ്ണും മനുഷ്യരും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ പാരസ്പര്യവും ബന്ധവും എത്ര വലുതായിരുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.